എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റ് ആയിട്ടാ കേട്ടോ വന്നേ, അതുകൊണ്ടാണ് ഇത്ര ഞാൻ താമസിച്ചിരുന്നത്. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ്. ഒരു പെൺകുട്ടി ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. അച്ഛാ ഐ മിസ് യു എന്നും പറഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, എന്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണേ ഭഗവാനെ, എനിക്ക് എന്റെ അച്ഛനെ കാണാനായിട്ട് കൊതിയാവുന്നുണ്ടെന്നൊക്കെ പറയണം. അപ്പോഴേക്കുമാണ് നന്ദ അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദ സാരിയൊക്കെ എടുത്ത് പഴയ ചുരിദാർ വേഷമൊക്കെ മാറി സാരിയൊക്കെ എടുത്ത് കുറച്ചുകൂടെ പാകതയും പക്വതയൊക്കെ വന്നിട്ടുണ്ട്. നന്ദ വന്നിട്ട് ചോദിച്ചു, അല്ല മോൾ ഇത് എന്തെടുക്കുമായിരുന്നു ഇവിടെ? എവിടെയൊക്കെ ഞാൻ മോളെ അന്വേഷിച്ചു. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് കണ്ണു വെട്ടിച്ച് പോവരുതെന്ന്. എനിക്ക് എന്തൊരു ടെൻഷനാണെന്നറിയാവോ? കാലമില്ല കാലോ എന്ന് പറയണം. അമ്മ എന്തിനാ എങ്ങനെ വിഷമിക്കണേന്ന് ചോദിക്കാം. അപ്പൊ നന്ദയുടെ മോളാണത്. ഈ ഗൗരി ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയണം. അപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നന്ദയ്ക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ്. അപ്പൊ നന്ദയുടെ കുഞ്ഞിന്റെ പേരാണ് ഗൗരി എന്നുള്ള. പിന്നീട് അവള് പറഞ്ഞു, അമ്മേ അതെ, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ഒരു പോലീസുകാരി ആവണമെന്നുള്ള, ഒരു പോലീസ് ഓഫീസർ ആവണമെന്ന് പറയാം. ഇപ്പൊ തൽക്കാലത്തേക്കേ അതൊന്നും വേണ്ട. നീയേ ഇപ്പൊ ഗൗരി നന്ദ വിനയചന്ദ്രനാന്ന് പറയണം. ഓ പിന്നെ എന്ന് പറഞ്ഞോണ്ട് അവളിന്ന് കളിയാക്കി ചിരിക്കുകയാണ് നന്ദനെ. പിന്നീട് പറഞ്ഞു, ബാമേ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തിരിവാണ്. അപ്പോഴേക്കാണ് നന്ദ ആ കാഴ്ച കാണുന്നത്. ആ പാറയിൽ ഇങ്ങനെ അച്ഛ ഐ മിസ് യു എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് നന്ദയ്ക്ക് എന്തോ ഒരു ഫീലായിപ്പോയി. നന്ദ ചോദിച്ചു, ഗൗരി നീ എന്താ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ചോദിക്കണം. അമ്മേ ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, എന്റെ അച്ഛനാരെന്ന് ചോദിച്ചിട്ടില്ലേ? അമ്മ എന്താ പറയാത്തെ? എന്റെ അച്ഛൻ ആരാ അമ്മേന്ന് ചോദിക്കുക. അതെ ഗൗരി, നിന്നോടായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് അച്ഛനും അമ്മയെല്ലാം ഞാനാ. ഈ നന്ദ മനസ്സിലായെന്ന് പറയാ. വേണ്ടമ്മേ, ഒരു വട്ടമെങ്കിലും എന്നോടൊന്ന് പറഞ്ഞുകൂടെ? ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം അച്ഛനുണ്ടല്ലോ, പിന്നെ എന്താ എനിക്ക് മാത്രം അച്ഛനില്ലാത്തെ? എനിക്ക് എന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നു എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ദേഷ്യപ്പെട്ട് അവളെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്ന ഗൗതം ADGP ഓഫീസിലേക്ക് ചെല്ലുവാണ്. അവ ചെന്ന് കഴിയുമ്പോഴത്തേനും ഓഫീസറുടെ മുന്നിൽ ചെന്നിട്ട് സല്യൂട്ടൊക്കെ ചെയ്തതിന് ശേഷം ഓഫീസർ പറഞ്ഞു, ആഹാ വന്നല്ലോ, നീണ്ട നോർത്ത് ഇന്ത്യ സർവീസിന് ശേഷം കമ്മീഷണറായിട്ട് വന്ന് ചാർജ് എടുത്തല്ലേന്ന് ചോദിക്കുകയാണ്. നേരത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നു, ഇപ്പം കമ്മീഷണറായിട്ടാണ് വന്നിരിക്കുന്നത്. അത് സാറെന്ന് പറയാണ്. ഇനിയിപ്പോൾ ഇവിടെയാണ് തലസ്ഥാനത്ത്, ഇനിയിപ്പോൾ ഞാൻ കമ്മീഷണറായിട്ടെന്ന് പറയണം. കൊള്ളാം, ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയണം. അതിനുശേഷം ഗൗതം തൻ്റെ ഡ്യൂട്ടി റൂമിലേക്ക് വരുവാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ഗൗതത്തിന്റെ ഫോണിലേക്ക് കോള് വരുന്നത്. അങ്ങനെ കോൾ എടുത്തിട്ട് ഗൗതം ഹലോ പറയണം. ആഹാ നന്ദൂട്ട എന്തെടുക്കുമാരും ചോദിക്കുകയാണ്. പപ്പ മറന്നുപോയോ? ഇന്നെന്റെ ക്യാമ്പ് മീറ്റ് അല്ലേന്ന് ചോദിക്കണം. അയ്യോ പപ്പ മറന്നു പോയിട്ടൊന്നും ഇല്ലാന്ന് പറയണം. അപ്പം ഒരു കുട്ടീനെ കാണിക്കുന്നുണ്ട്. അതിപ്പം ആ കളഞ്ഞുപോയ കുട്ടിയാണെന്നും അതൊന്നും പറയുന്നില്ല കേട്ടോ. പക്ഷെങ്കില് അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവൻ പറയാം, പപ്പ അതെ പപ്പ വരുമോന്ന് ചോദിക്കാം. അയ്യോ പപ്പായ്ക്ക് വരാൻ പറ്റില്ല. ഇനിയിപ്പം മോന് പപ്പനെ കാണണമെന്ന് തോന്നുവാണെങ്കിലേ ഒന്ന് വിളിച്ചാൽ പോരെ. ഈ ശാന്തിപുരം എന്ന് പറഞ്ഞാൽ അത്ര ദൂരെയുള്ള പ്രദേശമൊന്നും അല്ലല്ലോ, ഒരു കോള് വിളിച്ചാൽ എത്താവുന്നല്ലേ ഉള്ളെന്ന് ചോദിക്കുകയാണ്. പിന്നെ അറിയാലോ മോന്റെ കാല് മേലാന്ന്. അടുത്ത പ്രാവശ്യം എന്താണെങ്കിലും മോൻ നന്നായിട്ട് മീറ്റ് പങ്കെടുക്കാനായിട്ട് പറ്റും. ഇത്തവണ മോനെ സ്പോർട്സ് മീറ്റിംഗ് പോയി കണ്ടിട്ട് തിരികെ വന്നാൽ മതി എന്ന് പറയാം. 3 ദിവസം പിന്നെ മോനെ കാണാതിരിക്കണമല്ലോ എന്ന് ഓർത്തിട്ടൊരു വിഷമമുള്ളെന്ന് പറയാം. അത് സാരമില്ല പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ് ഗൗതത്തിനെ. പിന്നീട് പറഞ്ഞു, അതെ ശരി വെക്കട്ടെ പപ്പാന്ന് ചോദിക്കണേ. ശരി അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് ഒരു ഉമ്മയെ കൊടുത്തിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കുമാണ് അവൻ്റെ അടുത്തേക്ക് പിങ്കി വരുന്നത്. പിങ്കി വന്നിട്ട്, ആഹാ ഇങ്ങനെ ഇവിടെ ഇരിക്കുവാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് പോവണ്ടേന്ന് ചോദിക്കുകയാണ്. പോണം. അല്ല അമ്മ ഇത് എന്തെടുക്കുവാന്ന് ചോദിക്കുക. ഞാനേ മോനുള്ള ബാഗൊക്കെ ശരിയാക്കുമായിരുന്നു പറയണേ. പിന്നീട് പിങ്കി കൊണ്ടുവന്ന ബാഗൊക്കെ എടുത്ത് വെച്ചു. 3 ദിവസമാണ് അറിയാലോ, ടീച്ചേഴ്സ് പറയുന്നതൊക്കെ അനുസരിക്കണമെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല. പിന്നെ 3 ദിവസം മോനെ കാണാതെ അമ്മയ്ക്ക് ഇരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോ അതൊന്നും കുഴപ്പമില്ലമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ട് പിങ്കിനെ ആശ്വസിപ്പിക്കുക. പിന്നീട് പറഞ്ഞു, ബാ മോർണിംഗ് വന്നേന്ന് പറഞ്ഞോണ്ട് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, അതെ 3 ദിവസം അമ്മയ്ക്ക് വിഷമാവോ എന്നെ കാണാതിരിക്കുമ്പോ? വിഷമാവോന്ന് ചോദിച്ചാൽ വിഷമാവോന്ന് പറയാം. അപ്പൊ വിഷമിക്കൊന്നും വേണ്ട കേട്ടോന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ട് ലക്ഷ്മിയമ്മ വന്നു. ആഹാ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കണം. ഇതേ ബസ് വന്നിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് അവൻ പറഞ്ഞു, ആ ശരി ശരി എന്നാ ഞാൻ പോയിട്ട് വരാട്ടോന്ന് പറയണേ. ലക്ഷ്മി പറഞ്ഞു, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ ശരിയാന്നേ? കുറെ പിള്ളേരൊക്കെ വരുന്ന, അപ്പൊ അതുകൊണ്ട് മോന് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഒന്ന് ദൃഷ്ടി ഒഴിഞ്ഞിട്ട് പോവാന്ന് പറയണ. അങ്ങനെ അവന്റെ ദൃഷ്ടി ഒഴിഞ്ഞു വിടുക. എന്നിട്ട് പറഞ്ഞു, ഈ അച്ചമ്മയ്ക്കൊരു ഉമ്മ വരാൻ പറയാണ്. അങ്ങനെ ലക്ഷ്മിക്ക് നല്ലൊരു ഉമ്മ കൊടുത്തു. എന്നാ ശരി മോൻ പോയിട്ട് വരാൻ പറയണം. ഈ സമയം നന്ദുന്റെ കണ്ണൊന്നും നിറഞ്ഞു. പെട്ടെന്ന് പിങ്കി വെച്ച്, എന്ത് പറ്റി മോനെ? അത് പിന്നെ എനിക്കിന്ന് ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ, അതായത് സ്പോർട്സ് മീറ്റ് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ, കാണാനല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. സാരമില്ല കേട്ടോ, അടുത്ത വർഷം മോന്
പങ്കെടുക്കാൻ പറ്റും. മോൻ വീണും മോന്റെ കാലിങ്ങനെ ആയില്ലായിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അടുത്ത വർഷം മോന് കാലൊക്കെ ശരിയായി മീറ്റിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് പറയണം. അപ്പൊ കാലയിലൊരു സംഭവമൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അവന് കാലിനൊരു അപകടം പറ്റിയതാ. അപ്പൊ ഇങ്ങനെ മീറ്റിലൊന്നും പങ്കെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അടുത്ത വർഷം നടത്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവനെ ആശ്വസിപ്പിച്ചിട്ടൊക്കെയാണ് പിങ്കി വിടുന്നത്. പിന്നീട് അവന് ടാറ്റ ഉമ്മയെ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം നന്ദയുടെ കൂടെ ഗൗരി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവൾ ഭയങ്കര വിഷമത്തിലാണ്. ആ സമയം അവിടെ ജോലിക്കാർ കൊണ്ടുവന്ന് പാല് കൊടുത്തിട്ട് എന്താ മോളെ കുടിക്കാൻ പറയണം. വേണ്ട, എനിക്ക് വേണ്ടാന്ന് പറയാ. അതെന്താ വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഓ, അവള് ഭയങ്കര പിണക്കത്തിലാ നല്ലേച്ചിന്ന് പറയണം. പിണക്കോ എന്തിനാ? ഈ അമ്മയോട് ഞാൻ കൂട്ടില്ല എന്ന് പറയണം. കൂട്ടില്ലേ? അതെന്താ? ഈ അമ്മയോട് ഞാൻ പിണക്കോന്ന് പറയണ. കാര്യം എന്താന്ന് പറ. അതൊക്കെ ഉണ്ടെന്ന് പറയണേ. കാര്യം പറയാതെ എങ്ങനെ അറിയണേ? അത് പിന്നെ ഞാനേ എൻ്റെ അച്ഛനെ കുറിച്ച് ചോദിച്ചിട്ട് ഈ അമ്മ എനിക്ക് പറഞ്ഞു തന്നില്ല. എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും അച്ഛനുണ്ട്, പക്ഷെ എനിക്ക് മാത്രം അച്ഛനില്ല. ഈ അമ്മയോടൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞിട്ട് പറഞ്ഞു തരുന്നില്ല എന്ന് പറയാം. ഇത് കേട്ടത് നന്ദിയുടെ മുഖവും പെട്ടെന്ന് മാറി. എന്ത് മറുപടി പറഞ്ഞു തരത്തില്ല. നന്ദ പറഞ്ഞു, ഗൗരി നിന്നോട് ഞാൻ പറഞ്ഞു ഒരു വട്ടം, ഇനി വീണ്ടും വിടാതെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നീ പോയിക്കേ എന്ന് പറയാണ്. ഈ പാല് കുടിച്ചിട്ട് പോകാൻ പറയാണ്. വേണ്ട, എനിക്ക് പാലൊന്നും വേണ്ടാന്ന് പറയാണ്. പിന്നീട് ഗൗരി അങ്ങോട്ട് പോവാണ്. പോയിട്ട് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വരുവാണ്. അപ്പം നളിനി പറഞ്ഞു, ആഹാ ഗുഡ് ഗേൾ ആണല്ലോ, കൈയൊക്കെ കഴിയിട്ടുണ്ടല്ലോ എന്ന് പറയാം. അതൊക്കെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പുറത്തു പോയി നമ്മൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടല്ലേ വരുന്നേ, അപ്പൊ കൈയൊക്കെ വാഷ് ചെയ്യണമെന്ന്. ഇതും പറഞ്ഞിട്ട് ഗൗരി അങ്ങോട്ടേക്ക് പോവാണ്. പെട്ടെന്ന് നളിനി വന്നിട്ട് നന്ദിയോട് ചോദിച്ചു, ഇനിയെങ്കിലും ACP ഗൗതം സാറിന്റെ കാര്യം ഒന്ന് പറഞ്ഞുകൂടെന്ന് ചോദിക്കുക. എത്ര നാളെന്ന് വെച്ചാൽ മൂടി വെക്കുന്നേ? സ്വന്തം മകളല്ലേ നീക്കും. വേണ്ട, ഇനി ഒരിക്കലും അവളുടെ അച്ഛനെ കാണണ്ടെന്ന് പറയും. അല്ല എന്താ നന്ദ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയണേ? ഒരിക്കലും കാണണ്ടെന്ന് വെച്ചാ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അവൾ അയാളെ കാണത്തില്ല. ഇനിയിപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞ് വേണേ കണ്ടോട്ടെ, പക്ഷെങ്കിൽ ഒരിക്കലും ഞാനായിട്ട് അവളെ അയാളുടെ അടുത്തേക്ക് എത്തിക്കില്ല എന്ന് പറയണം. അവൾക്ക് അച്ഛനും അമ്മയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ്, നന്ദ അങ്ങോട്ടേക്ക് പോവാണ്. നളിനി ഒന്നും മിണ്ടിയില്ല. നളിനിക്കൊന്നും പിന്നെ മിണ്ടാൻ വോയിസ് ഇല്ല. പിന്നീട് പിങ്കി രാവിലെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിലേക്ക് പോവാണ്. ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിച്ചു, മോൾക്ക് ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ? കാരണം വീട്ടുകാര്യം നോക്കണം, അല്ലാതെ ബിസിനസ് കാര്യങ്ങളും എല്ലാം നോക്കണം, കൊച്ചിന്റെ കാര്യം നോക്കണം. ഇതിനെല്ലാം എവിടെയാ മോളെ നിനക്ക് സമയം കിട്ടുന്നതെന്ന് ചോദിക്കാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഇതിനെല്ലാം സമയം നമ്മൾ കണ്ടെത്തണമെന്ന് പറയാം. അല്ല ഗൗതം വിളിക്കോ മറ്റോ ചെയ്തെന്ന് ചോദിക്കാം. ഇല്ലാന്ന് പിങ്കി പറഞ്ഞു. അങ്ങനെ എന്നെ വിളിക്കാറില്ലല്ലോ. അല്ലെങ്കിൽ ഞാനും ഗൗതം തമ്മിൽ എന്താ ബന്ധമിരിക്കുന്നേ? ഇവനുമായിട്ടുള്ള ഒരു ബന്ധം അതുപോലും ഇല്ലല്ലോ. ഇവനെ ഞാൻ നോക്കുന്നു, അത്ര മാത്രമല്ലേ ഉള്ളൂ. അതിനേക്കാൾ ഉപരി ഞാൻ ഗൗതത്തിന് മനസ്സിൽ പോലും ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ പവിത്ര പറഞ്ഞു, അതൊക്കെ മാറും പിങ്കി ചേച്ചി എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ലക്ഷ്മി പറഞ്ഞു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എന്നും പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഗൗതത്തിന്റെ മനസ്സ് മാറണം. അവന്റെ മനസ്സിൽ നിന്ന് ആ നന്ദെന്നുള്ള ചിന്ത മാറിയിട്ട് നീ വരണം. നിനക്ക് ഉറപ്പായിട്ടും ഒരു ജീവിതം ഉണ്ടാവും. ഗൗതം മൊത്തം ഒരു ജീവിതം ഉണ്ടാവും. നീ കാത്തിരിക്കുക, അധികം വൈകാതെ തന്നെ സംഭവിക്കും എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് പിങ്കി പറഞ്ഞു, എനിക്കിപ്പോ അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഇല്ലമ്മേ. ഒരിക്കലും അങ്ങനെ നടക്കുമെന്ന് തോന്നില്ല. ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. എന്നെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവുമെന്ന് പോലും അറിയില്ല എന്ന് പറയാണ്. ലക്ഷ്മി പറഞ്ഞു, ഇല്ല ഉറപ്പായിട്ടും ഉണ്ടാവും, നീ കാത്തിരിക്കാനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് പിങ്കി അങ്ങോട്ടേക്ക് പോവാണ്. ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞപ്പത്തിനും പവിത്രയോട് ലക്ഷ്മി പറഞ്ഞു, എത്ര കാലമായി പിങ്കുമോൾ ഇങ്ങനെ കാത്തിരിക്കുന്നേ? നന്ദ പോയതിന് ശേഷം ഇതുവരെയായിട്ടും ഗൗതത്തിന്റെ മനസ്സ് മാറിയിട്ടില്ല. ഗൗതത്തിന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദ തന്നെയാന്ന് പറയാ. എത്ര കാലം എന്ന് വെച്ചാൽ അവനിങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്നത്. അവനും ഒരു ജീവിതം വേണ്ടേ? അതുപോലെ തന്നെ പിങ്കിമോൾക്കും വേണ്ട ഒരു ജീവിതം എന്നൊക്കെ പറയണം. പവിത്ര പറഞ്ഞു, നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ, അല്ലാതെ നമുക്കൊന്നിനും പറ്റത്തില്ലോ എന്നൊക്കെ പറയണം. അത് ശരിയാ എന്നൊക്കെ പറയണം. പിന്നീട് ഗൗരി പിണങ്ങിപ്പോയി കട്ടിലേക്ക് കിടക്കണം. ആ സമയം നന്ദ അങ്ങോട്ട് ചെന്നു. അതെ ഗൗരിമോൾ എന്നോട് പിണക്കമാണെന്ന് ചോദിക്കാണ്. ഗൗരി പെട്ടെന്ന് എന്ത് ചെയ്യാണ്, കണ്ണടച്ച് ഉറങ്ങിയതുപോലെ കിടക്കുവാണ്. ഓഹോ, എന്നോട് അത്രയ്ക്ക് വല്ല പിടക്കുവാന്ന് തോന്നല്ലോ. അതെ ഇന്നലെ ഒരു കഥ പറഞ്ഞായിരുന്നല്ലോ, ആ കഥയുടെ ബാക്കി അമ്മയോട് പറഞ്ഞല്ലോ എന്ന് പറയാ. ഇത് കേട്ടതും ഗൗരി ഇങ്ങനെ ഒന്നും മിണ്ടാതെ കിടക്കുക. അതെ കഥ എന്നോട് പറയുവാണെങ്കിൽ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടോ ഗൗരി പതുക്കെ ഒന്ന് കണ്ണു തുറന്നു നോക്കി. സർപ്രൈസ് എന്താന്ന് പറയണെങ്കിൽ എഴുന്നേറ്റ് വരണമെന്ന് പറയണം. അപ്പോഴേക്കും നല്ലേച്ച് പാലുമായിട്ട് അങ്ങോട്ട് വന്നു. നന്ദ കണ്ണടച്ച് കാണിച്ചു, ഇപ്പൊ കൊടുക്കണ്ട, വിളിക്കണ്ട, ഞാൻ അവളെ ഒന്ന് സോപ്പിട്ട് എഴുന്നേപ്പിക്കട്ടെ എന്നുള്ള രീതിയിൽ. പിന്നീട് നന്ദ പറഞ്ഞു, നല്ലേച്ചി ഇന്നലെ എന്നോടാണെങ്കിൽ ഒരു ഒന്നാം തരം കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഗൗരി എന്ത് കഥയാണെന്നറിയാവോ? ഏതൊരു പോലീസ് ഓഫീസറുടെ കഥയാ പറഞ്ഞു തന്നെ. അവസാനം ദിനോസർ അയാളെ പിടിച്ച് വിഴുങ്ങിയെന്നാ തോന്നിയെന്ന് പറയാ. ഇത് കേട്ടതും ഗൗരി ചാടി എഴുന്നേറ്റു. അങ്ങനെയൊന്നും അല്ല അമ്മയെന്ന് പറയാണ്. അങ്ങനെയല്ലായിരുന്നോ? പിന്നെ ദിനോസർ പിടിച്ച് വിഴുങ്ങിയൊന്നും ഇല്ല. ഈ അമ്മയ്ക്ക് ആ കഥ അറിയത്തില്ല, ഞാൻ ബാക്കി പറയാന്ന് പറയാണ്. അന്നാ മോള് ബാക്കി പറ എന്ന് പറയാണ്.
പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യമുണ്ടെന്ന് പറയണേ, ഈ പാല് മുഴുവൻ കുടിക്കണമെന്ന് പറയാം, ഇങ്ങ് തരാൻ പറയണം. അങ്ങനെ ഗൗരി പാലൊക്കെ മേടിച്ചു കുടിച്ചു. എന്നിട്ട് ഞാൻ ഇനി കഥ പറയാന്ന് പറയാണ്. അതെ, 4 ദിനോസർ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിനെ കുറച്ച് കൊള്ളക്കാര് തട്ടിക്കൊണ്ട് പോയി. അവസാനം ഒരു പോലീസുകാരൻ വന്ന് രക്ഷപ്പെടുത്തി ആ കുഞ്ഞുങ്ങളെയൊക്കെ കൂടെ കൊടുത്തു. അങ്ങനെയൊക്കെ പറയണം. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പത്തിനും ഗൗരി ചിരിക്കുകയാണ്. ഇനി അമ്മ പറ, എന്താ എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ? അത് പിന്നെന്ന് പറഞ്ഞാലേ, ഞാൻ ഇന്ന് മോളുടെ സ്കൂളിലേക്ക് വരുന്നുണ്ടെന്ന് പറയണേ. സ്കൂളിലേക്ക് വരുന്നുണ്ട്? അതെ, ശാന്തിപുരത്തേക്ക് ഞാനും വരുന്നുണ്ടെന്ന് പറയണം. ശാന്തിപുരത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ആ ശാന്തിപുരം എന്ന ഗ്രാമത്തിലാണ് അവർ താമസിക്കുന്നത് തന്നെ. അപ്പൊ ആ സ്കൂളിലേക്ക് വരുന്നുണ്ടെന്ന് പറയണേ. ഇത് കേട്ടത് ഗൗരിക്ക് എന്തെന്നില്ല സന്തോഷം. മോള് പോയി ഫ്രഷ് ആയിട്ട് വാ, ഇന്ന് അമ്മയും വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ നന്ദ പറയാനായിട്ട് കാരണം, നന്ദേനെ അവിടുത്തെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ക്യാമ്പ് മീറ്റ് നടക്കുകയാണ്. ആ മീറ്റ് നടക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ വരും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന പറയാൻ പറ്റില്ല, ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുന്ന പറയാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് ആവശ്യമാണ്. അപ്പൊ അതിന് ഡോക്ടറുടെ സേവനം ആവശ്യമുള്ളതുകൊണ്ടാണ് ഡോക്ടറെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് നന്ദ പോകാമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നന്ദ അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് അപ്രതീക്ഷയായിട്ടൊരു അതിഥി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവരെ കണ്ടത് നന്ദി ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. ഓ, നന്ദ ഡോക്ടർ എന്നെ ഇവിടെ പ്രതീക്ഷിച്ച് കാണില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. അതോ ഇനിയിപ്പം ഈ മുനിസിപ്പൽ ചെയർമാനെ നന്ദ ഡോക്ടർ അങ്ങോട്ട് മറന്നുപോയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ എന്ന് പറയാണ്. പിന്നീട് ആ സ്ത്രീ അങ്ങോട്ട് ഇടിച്ചു കയറി വരുവാണ്. ഡോക്ടറെ, ഡോക്ടറാണ് എൻ്റെ മകന്റെ ജീവിതം തകർന്നേ. ഇന്നലെ വിധി വന്നു, അവൻ ജയിലിലേക്ക് പോയെന്ന് പറയാം. ഇതാകുമ്പോൾ നന്ദ പറഞ്ഞു, അതിന് ഞാനെങ്ങനെ കാരണക്കാരിയാന്നേ? കാരണക്കാരി ആയിട്ടില്ലല്ലേ? നന്ദ ഡോക്ടർ ഈ സ്വീറ്റ്സ് അങ്ങ് പിടിച്ചേ. എൻ്റെ മോനെ പോലീസ് കൊണ്ടുപോയില്ലേ, അതിന് മധുരം തരണ്ടേന്ന് ഞാൻ ചോദിക്കണം. ദേ, വെറുതെ വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറയില്ലെന്ന് പറയണം. അനാവശ്യമല്ല ഡോക്ടറെ. ഡോക്ടർ എന്ത് പരിപാടി കാണിച്ച? DJ പാർട്ടിക്കിടയില് എൻ്റെ മകന് ഡ്രഗ്സ് ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അതിനെ തെളിവ് കൊടുത്തില്ലേ? അപ്പൊ പിന്നെ എൻ്റെ മകനകത്തായി. ഞാൻ കാത്തിരുന്നുണ്ടായി എനിക്ക് എൻ്റെ മോന. അവനെ അകത്തായി കഴിഞ്ഞപ്പം ഡോക്ടർക്ക് സന്തോഷമല്ലേ? പക്ഷെ ഇത് ഞാനും വെറുതെ വിടുമെന്ന് കരുതണ്ട. ഡോക്ടർക്ക് ഉണ്ടല്ലോ ഒരു മോള്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ സീഡ്സ് അവൾക്ക് കൊടുത്തേരെ. ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം നന്ദി ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് കണ്ട. ഇനിയിപ്പൊ എന്താവും എങ്ങനെയാവും അറിയത്തില്ല. അവസാനം ശാന്തിപുരത്തിലേക്ക് വരുന്ന ഇനിയിപ്പം ഗൗതത്തിന്റെ കുഞ്ഞിനെ നന്ദ കാണുമോ? അപ്പൊ ആ മോൻ ആരാന്ന് പറയുന്നില്ല. ഇനി നന്ദയുടെ ഗൗതത്തിന് കിട്ടിയതാണോ എന്നും പറയുന്നില്ല. ഒരു പക്ഷെ അങ്ങനെ ആവാനാണ് ചാൻസ്. അതോ ഇനിയിപ്പം വേറെ കുഞ്ഞിനെ ദത്തെടുത്തോന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.